ഇന്ത്യയിലേക്ക് പുറപ്പെടാനിരുന്ന ഇറാനിയൻ വിമാനം അമേരിക്ക ആക്രമിച്ചുവെന്ന് വാർത്ത വരുന്നുണ്ട്. അതുപോലെ ദുബായ് തുറമുഖത്ത് കിടന്ന കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായെന്നും സമാധാന പദ്ധതിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാനിലെ എണ്ണപ്പാടങ്ങളും വൈദ്യുത കേന്ദ്രങ്ങളും കർഗ് ദ്വീപും തകർത്ത് സ്ഥലം വിടുമെന്നാണ് ട്രംപ് ഏറ്റവും അവസാനം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം പി ജെയിംസ് തത്സമയം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. പി ജെയിംസ് വിദേശ നാടുകളൊക്കെ കടന്ന് ഇപ്പോൾ ഇരിങ്ങാലക്കുടിയിൽ എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തൊട്ടടുത്താണല്ലോ വീട്, കൊമ്പടിഞ്ഞാമക്കൽ. അവിടെ ഭൂജാതനായ ആ സന്തോഷം കൂടി അവിടുത്തെ നാട്ടുകാരുമായിട്ടൊന്ന് പങ്കുവെച്ചിട്ട് വരണം. കാര്യം പശ്ചിമേഷ്യയിലെ യുദ്ധം എന്തായാലും ഇപ്പോൾ തീരാൻ പോകുന്നില്ല. കൊമ്പടിഞ്ഞാമക്കൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ. പറയൂ ബിപി. തീർച്ചയായിട്ടും എസ് കെ ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇറാനിയൻ ഒരു വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള വൈദ്യസഹായം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇറാനിയൻ വിമാനം പുറപ്പെടാനിരുന്നത്. പക്ഷെ അതിന് നേരെ അമേരിക്കയുടെ ആക്രമണം നടന്നിരിക്കുന്നു. അമേരിക്ക വെടിനിർത്തലെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനിടയിൽ അമേരിക്ക കയറി ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ അത് വല്ലാതെ ചർച്ചയായിട്ട് വരുമ്പോഴാണ് ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ദുബായ് പോർട്ടിൽ നിർത്തിയിട്ടിരുന്ന കുവൈറ്റിൻ്റെ എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നതെന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അവിടെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇവിടെ മാത്രമല്ല, ദുബായിൽ മാത്രമല്ല, സൗദിയിൽ, കുവൈറ്റിൽ, ബഹ്റിനിൽ, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ്റെ ആക്രമണം തുടരുകയാണ്. ഇത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വഴങ്ങുന്നില്ല. അപ്പോൾ ആ തരത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് വിചിത്രമായ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപ് ഏറ്റവും വലിയ ഭീഷണി ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത് അവരുടെ 10,000-ഓളം നാവികസേനാംഗങ്ങളും സ്പെഷ്യൽ സേനയും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഇറാൻ്റെ തീരത്തുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നത് തങ്ങൾ പറയുന്ന നിബന്ധനകൾ അനുസരിച്ച് ഹോർമോസ് കടലിടുക്ക് തുറക്കുകൂടി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഓയിൽ ഹബ്ബായ ഇറാൻ്റെ ഓയിൽ ഹബ്ബായിട്ടുള്ള കർഗ് ദ്വീപ് തകർത്ത് കളയും, എണ്ണപ്പാടങ്ങൾ കത്തിക്കും, ഒപ്പം തന്നെ അവിടെ വൈദ്യുതി ബന്ധങ്ങൾ, അതിൻ്റെ പ്ലാന്റുകളൊക്കെ നശിപ്പിക്കുമെന്നുള്ള വലിയ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് അറിയില്ല. ഇറാനെ കയറി അങ്ങനെ ആക്രമിച്ചാൽ ഇറാൻ കൂടുതൽ ശക്തമായിട്ട് ആക്രമണം നടത്തും. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. തിരിച്ച് ഇറാൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.